അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്ക് സിറോദ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിലെ അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചു കാണാം. എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് അറിയാൻ പറ്റിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് സിറോദ കയറ്റുന്ന ഒരു ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അപ്പം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി സിറോദ കയറ്റുന്ന സെർച്ച് ചെയ്ത് അവിടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മളിത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അവിടെ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്ന പെർമിഷൻ എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആ ഓപ്ഷൻ അലോ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും. ട്രൈ ഡെമോ, ഓപ്പൺ എ ഫ്രീ അക്കൗണ്ട്, അല്ലെങ്കിൽ ലോഗിൻ ടു കൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ ഫ്രീ ഡെമോ നോക്കാം, ജസ്റ്റ് ഡെമോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അക്കൗണ്ട് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സിറ്റ് ആയിട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ എ ഫ്രീ അക്കൗണ്ടാണ്. നമ്മളിവിടെ ഓപ്പൺ എ ഫ്രീ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ആ പേജിലാണ് നമുക്ക് നമ്മുടെ ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണോ ഈ അക്കൗണ്ടിൽ, അതായത് ഈ ബ്രോക്കറിൻ്റെ അക്കൗണ്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്, ആ നമ്പറാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അതായത് ആ നമ്പറിലായിരിക്കും പിന്നെ OTP മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ നമ്പർ അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും നമ്മുടെ മെസ്സേജിലോട്ട്. അപ്പോൾ ജസ്റ്റ് ആ മെസ്സേജ് നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നമ്പർ അവിടെ ലോഗിൻ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി തന്നെ. അതിനുശേഷം നമ്മൾ വെരിഫൈ ഞെക്കുക. നമ്മളൊരു വെബ് പേജിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഇവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മുടെ ഗൂഗിളിൻ്റെ Gmail വെച്ച് നമുക്കിവിടെ ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. അതായത് നമ്മുടെ മൊബൈലിനകത്തുള്ള Gmail എല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിനകത്തുള്ള Gmails എല്ലാം നമുക്കിവിടെ ഒന്നൊന്നായി ഓപ്പണായി വരുന്നതായിരിക്കും. അതിനകത്ത് നമുക്ക് ഏത് Gmail ഉപയോഗിച്ചാണോ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത് ആ Gmail സെലക്ട് ചെയ്യുക. നമ്മുടെ Gmail നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം അവിടെ ഒരു ഓപ്ഷൻ വരുന്നതാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട Gmail അവിടെ സിറോദ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടുമായിട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും സ്റ്റെപ്പ് 1 ആയ പാൻ വെരിഫിക്കേഷനാണ് ഇനിയുള്ളത്. ഇതുപോലെ 5 സ്റ്റെപ്പ് ഇനിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം പാൻ വെരിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ ഉപയോഗിച്ച് ഈ ബ്രോക്കറിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് ഏത് ബ്രോക്കറിൻ്റെ അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ പാൻ അടിച്ചു കൊടുക്കണം. അതിൻ്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നമ്മളവിടെ ഡേറ്റ് ഓഫ് ബർത്ത് YYMMDD എന്ന ഓർഡറിലാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. നമ്മളത് കൊടുക്കുക. അവിടെ താഴെയായിട്ട് അത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇക്വിറ്റി ഓർ മ്യൂച്വൽ ഫണ്ട്സ് വേണോ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വേണോ. ഇപ്പോൾ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. അത് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ഒരു എഗ്രി ബട്ടൺ ഉണ്ട്. അത് എഗ്രി ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കണ്ടിന്യൂ ഞെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇനേബിൾ ആക്കേണ്ടത് അത് ഇനേബിൾ ആക്കുക. അതിനുശേഷം അവിടെ കണ്ടിന്യൂ ഞെക്കുക. കണ്ടിന്യൂ ഞെക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ആധാർ KYC ഉണ്ട്. നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായി നമ്മുടെ ഡിജി ലോക്കറിലുള്ള KYCയിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ ആയിരിക്കും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യാൻ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് എൻ്റർ ആധാർ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ താഴെ ക്യാപ്ച ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ എൻ്റർ ദ ആധാറിലേക്ക് നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ഒരു ക്യാപ്ച കോഡ് വരുന്നുണ്ട്. നമ്മൾ ആ ക്യാപ്ച കോഡ് അവിടെ താഴെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോഴത്തേക്ക് അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ നെക്സ്റ്റ് ഞെക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ 2 കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുക, ആധാറും ക്യാപ്ചയും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്കായിട്ടുള്ള മൊബൈൽ നമ്പറുകളായിരിക്കും നമ്മുടെ OTP വരുന്നത്.
അപ്പോഴത്തേക്ക് ആ OTP നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. എന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. ഇത് ആധാർ കാർഡ് മൊബൈലിൻ്റെ ലിങ്ക് ആയിരിക്കണം, എന്നാൽ മാത്രമേ OTP വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ ലിങ്കായ നമ്പറിലോട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് അവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ പിന്ന് അറിയത്തില്ല അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ അടിച്ച് നമുക്ക് ഒന്നുകൂടെ പുതിയ പിൻ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ 6 ഡിജിറ്റ് പിൻ അവിടെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം അവിടെ താഴെ നമുക്കൊരു കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്ത് നമ്മൾ ഡിജി ലോക്കർ KYC OTP കൊടുത്ത് പാസ്വേഡ് അടിച്ചതിന് ശേഷം നമുക്കിവിടെ അലവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നമ്മൾ അലവ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ സെലക്ട്, അതായത് ഇവിടെ ഇപ്പം ഒരു ഇറർ കാണിക്കുക വെച്ചാൽ നമ്മൾ മണ്ടയ്ക്കുള്ള 2 ടിക്കും ഇനേബിൾ ആക്കണം കാരണം നമ്മൾ വെരിഫൈ ചെയ്തെന്ന് നമ്മളത് കംപ്ലീറ്റ് ആയ ടിക്ക് മാർക്കാണ് കൊടുക്കുന്നത്. ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അലവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിജി ലോക്കർ എന്ന ഒരു ഓപ്ഷനിലോട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നതായിരിക്കും. നമ്മൾ അത് കണ്ടിന്യൂ നിൽക്കുന്നതോടെ നമുക്ക് നമ്മുടെ സിറോദയുടെ അക്കൗണ്ടിൽ നമുക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയ ഫാദറിൻ്റെ നെയിം, അതായത് നമ്മുടെ ഫാദറിൻ്റെ നെയിം എന്താണോ അത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പിന്നെ വരുന്നത് മദറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നമ്മുടെ മദറിൻ്റെ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കാം. അതിന് നമ്മൾ സിംഗിൾ ആണോ അല്ലെങ്കിൽ മാരിഡ് ആണോ, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കാം, മാരിഡ് ആണെങ്കിൽ മാരിഡ് കൊടുക്കാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയ ഫാദർ നെയിമും മദർ നെയിമും ചോദിച്ചതിന് ശേഷം നമുക്ക് അടുത്ത് വരുന്നത് ആനുവൽ ഇൻകമാണ്. നമുക്ക് ഒരു വർഷം നമ്മുടെ റവന്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണലാണത്, അത് ഓരോരുത്തർക്കും എങ്ങനെയാണോ അതുപോലെ അടിച്ചു കൊടുക്കുക. അത് നമ്മൾ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ പുതുതായിട്ടാണ് തുടങ്ങുന്നത്, അതായത് നമുക്ക് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതങ്ങനെ വെച്ചാൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ എത്ര വെച്ചാൽ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലിരിക്കും. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ ജോലി എന്താണെന്നാണ്. നമുക്കവിടെ ബിസിനസ് ഉണ്ട്, ഹൗസ് വൈഫ് ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്. മേ ബി ഇത് കാണുന്നത് കൂടുതൽ സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എംപ്ലോയി എന്നായിരിക്കാം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കഴിഞ്ഞ് പ്രിഫറൻസ് റണ്ണിങ് അക്കൗണ്ട് സെൻറ്റിമെൻ്റ് ആണ്. നമുക്ക് ക്വാർട്ടർലി ചെയ്യാം അല്ലെങ്കിൽ മന്ത്ലി ചെയ്യാം. ക്വാർട്ടർലി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ അടുത്തിടെ ചോദിക്കുന്നത് നമ്മൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണോ എന്നാണ്. അപ്പം എസ് എങ്കിൽ എസ് കൊടുക്കാം, നോ എങ്കിൽ നോ കൊടുക്കാം. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ നോ കൊടുത്ത് അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സിറോദയുടെ ബ്രോക്കറുമായിട്ട് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്, അതായത് ബാങ്കുമായിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. നമുക്ക് ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ ഞെക്കാം, ഇപ്പോൾ പേടിഎം ആണെങ്കിൽ പേടിഎം ഞെക്കാം, അല്ലെങ്കിൽ എൻ്റർ ഡീറ്റെയിൽ മാനുവലി ആണ്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ എന്തായാലും സെലക്ട് ചെയ്യുന്നത് ഫോൺ പേ ആണ്, കാരണം എൻ്റെ ഫോണിനകത്ത് ഫോൺ പേ ഓൾറെഡി ഉണ്ട്. അപ്പം ഫോൺ പേ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതെല്ലാം ടൈപ്പ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കവിടെ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്വല്പം നേരം ലോഡ് എടുക്കുന്നതായിരിക്കും. ലോഡ് ആയതിനു ശേഷം നമുക്ക് ഒരു വെരിഫിക്കേഷനോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ സ്വല്പം ലോഡാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് വെബ് വെരിഫിക്കേഷനാണ്, വെബ് ക്യാം വെരിഫിക്കേഷനാണ്. നമ്മുടെ ഫേസ് അവിടെ വെരിഫൈ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസും കാര്യങ്ങളും ഒക്കെ അവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. നമ്മളപ്പോൾ ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കുക. നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമ്മുടെ ഫേസ് അവിടെ വെരിഫൈ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എടുക്കണം. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന് പറയുന്ന അതിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മുടെ സിഗ്നേച്ചർ ഡിജിറ്റലായിട്ട് നമ്മളവിടെ ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അവിടെ സൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. അവിടെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മുടെ സൈൻ, അതായത് ഏതിലും ഫിംഗർ വെച്ച് നമ്മുടെ സൈൻ അവിടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളവിടെ ഡിജിറ്റലായിട്ട് നമ്മുടെ സൈൻ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ സൈൻ വേറെ വേറെയാണ്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് പറഞ്ഞ ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ആഡ് നോമിനിയും ചോദിക്കുന്നുണ്ട്. അപ്പം നോമിനി ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ
ചെയ്യേണ്ടാത്തവർക്ക് ചെയ്യേണ്ട, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ആഡ് നോമിനി ഉണ്ട്, അല്ലെങ്കിൽ നോ ഡു ഇറ്റ് ദിസ് ലേറ്റർ ഉണ്ട്. എന്തായാലും ഞാനിവിടെ നോമിനെ കൊടുക്കുന്നില്ല. എന്നിട്ട് കണ്ടിന്യൂ നിൽക്കുമ്പം അടുത്ത പേരോട്ട് ഞാൻ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് പേജിലെ കണ്ടിന്യൂ ക്ലിക്കിന് ശേഷം നമുക്കൊരു ഫോം ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. ആ ഫോമിനകത്ത് നമ്മൾ ഇത്രയും നേരം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ചൊരു ഫോം ആയിരിക്കും അത്. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റായി. ഇനി നമുക്കൊരു ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതൊരു കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അവിടെ പൂർത്തിയായിരിക്കും. നമുക്ക് നമ്മുടെ ഇവിടെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മുടെ മൊബൈലായിട്ട് ലിങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത ആധാർ നമ്പർ ആയിരിക്കണം. എന്നിട്ട് അവിടെ ഒരു എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് എഗ്രിയോടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗെറ്റ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. നമ്മൾ OTP അവിടെ അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെരിഫൈ OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ആകുന്നതായിരിക്കും. നമ്മളത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ തിരിച്ച് പേരിട്ട് വന്ന് അത് സക്സസ്ഫുൾ സബ്മിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. നമ്മൾക്കത് ആദ്യം ചെക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ മണ്ടയ്ക്കായിട്ടാണ് ചെക്ക് ബോക്സ് ഉള്ളത്. നമ്മൾ ചെക്ക് ചെയ്തതിന് കൊടുത്തതിന് ശേഷമാണ് നമുക്കിവിടെ താഴെ നമ്മുടെ ആധാർ നമ്പർ അടിക്കാൻ ഒരു ഓപ്ഷൻ ഉള്ളത്. അവിടെ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻഡ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആ സെൻഡ് OTP ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊരു OTP നമ്മുടെ നമ്പറിലോട്ട് വരുന്നതായിരിക്കും. നമ്മൾ ആ നമ്പറിലുള്ള OTP കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. നമ്മളത് കൊടുത്തതിന് ശേഷം നമുക്ക് വെരിഫൈ OTP എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത OTP അവിടെ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. 1 ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വല്പം നേരം ലോഡിംഗ് ആണ്. ലോഡിങ്ങിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും എന്നാണ്. കാരണം നമ്മൾ അയച്ചു കൊടുത്ത ഡോക്യുമെൻ്റ് എല്ലാം അവർ വെരിഫൈ ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. 24 മണിക്കൂറിൽ എന്തായാലും അവിടെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അപ്പം അതിനുശേഷം നമുക്കിവിടെ ലോഗിൻ ടു കയറ്റി നിൽക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു 24 അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.